ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगुणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ബൈഹാർട്ട് പഠിക്കാനുള്ള ശ്ലോകം ആദ്യം റിസൈറ്റ് ചെയ്യാം, അതിന് ശേഷം റെഗുലർ ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പോൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 8ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകമാണ്. 8ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത്പുണ്യഫലം പ്രതിഷ്ഠം ദാനേഷു പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം യോഗി പരസ്ഥാനമുപൈതി ചാദ്യം വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ വേദേഷു യജ്ഞേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത്പുണ്യഫലം പ്രതിഷ്ഠം ദാനേഷു പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ അത്യേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. യോഗി പരസ്ഥാനമുപൈതി ചാദ്യം. ഹരിബോൾ പറയൂ. ആരെങ്കിലും? വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത്പുണ്യഫലം പ്രതിഷ്ഠം ദാനേഷു യത്പുണ്യഫലം പ്രതിഷ്ഠം തേതി തത്സർവമിദം വിദിത്വാ അത്തേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. ഓക്കെ. എന്താണ്? ഹരേ കൃഷ്ണ. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത്പുണ്യഫലം പ്രതിഷ്ഠം ദാനേഷു യൽപുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിദം വിദിത്വാ അത്തേതി തത്സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. അതിന്റെ വിവർത്തനം ശ്യാമളമാതാജി ചോദിക്കും. വിവർത്തനം ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാതർ കെ ജെ. ഭക്തിമാർഗം സ്വീകരിച്ചത് കൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യനെ നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരിബോൾ.
A person who accepts the path of devotional service is not bereft of the results derived from studying the Vedas, performing austere sacrifices, giving charity, or pursuing philosophical and fruitive activities. At the end, he reaches the supreme abode. അപ്പൊ എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? അതായത് ഭക്തിയോഗം ചെയ്തതുകൊണ്ട് മറ്റ് യോഗ പ്രോസസ്സ് ചെയ്തിട്ടുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ധ്യാനം, അതേപോലെ ജ്ഞാനം, കർമ്മം, കിട്ടുന്ന അത് ചെയ്താൽ കിട്ടുന്ന എല്ലാ ഫലങ്ങളും ഭക്തിയുത സേവനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഭക്തി യോഗ ഈസ് കൾമിനേഷൻ ഓഫ് ഓൾ അതർ യോഗാസ്. ഭക്തി യോഗയില് കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്, ധ്യാനമുണ്ട്, ഭക്തിയുണ്ട്. ഓക്കെ, കർമ്മത്തിൽ കർമ്മം മാത്രമേ ഉള്ളൂ, ജ്ഞാനത്തിന് ജ്ഞാനം മാത്രമേ ഉള്ളൂ, ധ്യാനത്തിന് ധ്യാനം. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാറ്റിനും കൂടി ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, കൾമിനേഷനാണ്. അപ്പൊ ഭക്തിയിൽ എന്തുണ്ട്? കർമ്മമുണ്ട്, ധ്യാനമുണ്ട്, ജ്ഞാനമുണ്ട്. അപ്പൊ അതിൽ ചെയ്താൽ കിട്ടുന്ന ഫലങ്ങളെല്ലാം ഭക്തി മാർഗത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു എഫർട്ടിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് മാർഗം എടുക്കുക? നമ്മള് ഭക്തി മാർഗം. കാരണം നമ്മള് കർമ്മം ചെയ്താൽ, അത് എസ്പെഷ്യലി ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ചെയ്താൽ എന്താണ്, നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റില്ല. ജ്ഞാനത്തിനും ഭഗവാന്റെ ധാമത്തിലെത്താൻ പറ്റില്ല. ധ്യാനത്തിനും മിക്ക ധ്യാനികളും ധ്യാനയോഗികളും എന്താണ് ബ്രഹ്മനിൽ ചെന്ന് അലിയുന്നു. പക്ഷെ ഇവിടെ എന്താണ്, നമ്മള് ഹി റീച്ചസ് ദ സുപ്രീം അബോർഡ്. ഭക്തൻ സുപ്രീം അബോർഡിൽ എത്തും ചെയ്യും. അതേസമയം തന്നെ ജ്ഞാനമാർഗം, ധ്യാനമാർഗം, കർമ്മമാർഗം ചെയ്യുന്ന അതിന്റെ ഗുണങ്ങളും അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതിന് വേറെ ഉദാഹരണം, അതായത് ഈ ഭക്തി ചെയ്താൽ മറ്റേന്റെ എല്ലാം ഗുണം കിട്ടും. അതേപോലെ വേറെ എന്തെങ്കിലും ഉദാഹരണം പറയാൻ പറ്റും? ഭഗവാൻ സന്തോഷമായാലും നമ്മള് സന്തോഷാവും. ഭഗവാനെ സന്തോഷിപ്പിച്ചാല് നമുക്കും ആ സന്തോഷത്തിന്റെ കുറച്ച് ഭാഗം കിട്ടും. അത് മാത്രല്ല, നമ്മുടെ വൃക്ഷത്തിന്റെ വേരിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, ഇലകളിലൊന്നും വെള്ളം ഒഴിക്കണമെന്നില്ല. അപ്പൊ വേരിൽ തന്നെ ഒഴിച്ചാൽ തന്നെ എല്ലാറ്റിനും അത് കിട്ടും അല്ലെ, അതിന്റെ ഫലം കിട്ടും. അതേപോലെയും തോന്നുന്നു. മാതാജി പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയില്ല. എന്താ പറഞ്ഞ? ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ വേരിൽ മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറയില്ലേ? അപ്പൊ എല്ലാ ശാഖകളിലും അത് കിട്ടും, അതിന്റെ ഫലം ശാഖകളിൽ. മറ്റേ ദേവീദേവന്മാരെ മുഴുവൻ അല്ല അതെങ്ങനെയാ? അപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ മാമ്പഴം കഴിക്കുകയാണെങ്കിൽ അതിന്റെ പൂവിന്റെ ഫലം കിട്ടുമോ? ഇലയുടെ ഫലം കിട്ടുമോ? വേരിന്റെ അല്ലെങ്കിൽ അതിന്റെ തടിയുടെ ഫലം കിട്ടുമോ നമുക്ക്? ആ ട്രീയിലെ, വേദിക് ട്രീയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാമ്പഴമാണ് അല്ലേ? അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാമ്പഴം എന്ന് പറയും. പക്ഷെ ഒരു ഇല കഴിച്ചാൽ കിട്ടുന്ന ഫലം മാമ്പഴം കഴിച്ചാൽ കിട്ടുമോ? ഓരോന്നിനും ഓരോ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അതായത് ഈ ഭക്തി മാർഗത്തിൽ നമുക്ക് ബാക്കി എല്ലാ പ്രോസസ്സിന്റെയും ഫലം കിട്ടുമെന്ന് പറയുന്നു ഇവിടെ ഭഗവാൻ. അതേപോലെ വേറൊരു ഉദാഹരണം, ഒരു പർട്ടിക്കുലർ സേവ ചെയ്താൽ ബാക്കി എല്ലാ സേവകളുടെയും ഗുണം കിട്ടും. അതിലുണ്ട്, അടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഓർമ്മ വരുന്നില്ല? നാമജപത്തിലാണോ? അല്ല. ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യം. മാധുര്യ രസത്തില് സേവ ചെയ്യുന്ന ഒരു ഗോപിക, എല്ലാ രസത്തിലും, അതിലെല്ലാ രസമുണ്ട്. അതിൽ ദാസ്യമുണ്ട്, ശാന്തമുണ്ട്, വാത്സല്യമുണ്ട്, സഖ്യം എല്ലാം ഉണ്ട് അതില്. ഇറ്റ്സ് എ കൾമിനേഷൻ. സോ മാധുര്യ രസ ഇസ് എ കൾമിനേഷൻ ഓഫ് all other rasas. Similarly, bhakti yoga is a culmination of all other yoga.
അപ്പൊ ഭൂമിയിലെ ഭൂമിയിലെ എല്ലാ എലിമെന്റ്സും ഉണ്ട്. ശരിയാ. വായുവിൽ എന്താ ഉള്ളത്? എന്താ? ഭൂമിയിലെ എല്ലാ എലിമെന്റ്സും ഉണ്ട്. അതായത് ആ, ആ. അഗ്നിയുണ്ട്, വെള്ളമുണ്ട്, വായുണ്ട്. അഗ്നിയിലെ രൂപം, അങ്ങനെ പിന്നെ ഓക്കെ. അങ്ങനെ കുറഞ്ഞു വരുന്നു. മുകളിൽ നിന്ന് താഴെ വരുമ്പോ കൂടി വരുന്നു. കൂടി ഇത് വരുന്നു. താഴ്ന്ന് മുകളിൽ പോകുമ്പോ അതിങ്ങനെ കുറഞ്ഞു വരും അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ വാത്സല്യത്തില് എല്ലാ രസങ്ങളും ഉണ്ടോ? ഇല്ല. മാധുര്യരസം മാത്രം. മാധുര്യത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. മാധുര്യത്തിൽ എല്ലാ രസമുണ്ട്. ശാന്തത്തിൽ ശാന്തം മാത്രമല്ല, ദാസ്യത്തിൽ ശാന്തവും ദാസ്യമുണ്ട്. സഖ്യത്തില് ശാന്തം ദാസ്യം സഖ്യമുണ്ട്. വാത്സല്യത്തില് ശാന്തം ദാസ്യം സഖ്യം വാത്സല്യമുണ്ട്. മാധുര്യത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ഭക്തിയോഗം ചെയ്താൽ. പിന്നെ പ്രഭു നമ്മള് പറയില്ലേ ഭഗവാൻ അതിനപ്പോ അത് ഇങ്ങനെ ചിന്തിക്കണോ? നേരത്തെ പറഞ്ഞില്ലേ ഭഗവാനെ ആരാധിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ പേരിൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി എന്ന് പറയും. ആ ഉദാഹരണം ഇത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. മാതാജി പറഞ്ഞു ശരിയാണ്. അതായത് എല്ലാ ദേവീ ദേവതമാരെയും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവരും അടങ്ങിയിട്ടുള്ളത് ഓക്കെ, ശരിയാണ്. എല്ലാ ദേവീ ദേവതമാരെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എല്ലാവരും അടങ്ങിയിട്ടുണ്ട്. ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരെല്ലാവരും അകപ്പെട്ടു. അതാണ് ഭഗവാൻ അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം. ആ 1 പോയിന്റ് അറ്റൻഷനോട് എന്നെ ഉപാസിക്കാനാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹനുമാനെ, ഗണപതിയെ, ദേവിയെ, ശിവനെ, ബ്രഹ്മാവിനെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കേണ്ട, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ട ആ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരെ വന്ദിക്കുക. പക്ഷെ പൂജനീയമായിട്ടുള്ളത് ആരാണ്? ഭഗവാൻ കൃഷ്ണൻ മാത്രം. ഇപ്പൊ ശിവനെ മാത്രം പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരായാലും അകപ്പെടുന്നില്ല. ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ അകപ്പെടുന്നില്ല. ഗണപതി മാത്രം പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഗണേശ് ചതുർത്ഥി ആശംസകൾ എന്ന്. അപ്പൊ എന്താണ് ഗണേശ് ചതുർത്ഥിയുടെ, ഗണേശിന്റെ എന്താണ് പ്രാധാന്യം? ഗണേശ് ഭഗവാന് എവിടുന്നാണ് ശക്തി കിട്ടുന്നത്? നരസിംഹദേവൻ നിന്ന്. എന്താണ് ശ്ലോകം? ശ്ലോകം അറിയില്ല. അറിയില്ല? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതേതിൽത്തെന്നൊന്ന് പറയാൻ. ഓക്കെ, ബ്രഹ്മസംഹിതയില്. അതെ. ഗണാധിരാജ യത്പാദപല്ലവയുഗം വിനിധായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സഗണാധിരാജ വിഘ്നാൻ മഹന്തമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. I adore the primeval Lord Govinda, whose lotus feet are always held by Ganesha upon the pair of tumuli protruding from his elephant head in order to obtain power for his function of destroying all the obstacles on the path of progress of the 3 worlds. അപ്പൊ ഈ 3 ലോകങ്ങളിലും അപ്പർ, മിഡിൽ ആൻഡ് ലോവർ പ്ലാനറ്ററി സിസ്റ്റത്തിലുള്ള എല്ലാ വിഘ്നങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തി എനിക്ക് തരുന്നത് ആ ഗോവിന്ദനാണ്. ആ ഗോവിന്ദ അതായത് ഗണേശ് ഭഗവാൻ, ആ ഗോവിന്ദന്റെ ലോട്ടസ് ഫീറ്റ്, പാദകമലങ്ങള് ഗണേശിന്റെ 2 കൊമ്പിന്റെയും ഇടയില് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. ആരാണ് പറയുന്നത്? ബ്രഹ്മാവ്. ഐ അഡോർ ദ പ്രിമവൽ ലോർഡ്. ബ്രഹ്മാവ് യത്പാദ പല്ലവയുഗം വിനിധായ കുംഭ ദ്വന്ദ്വേ പ്രണാമ സമയേ സ ഗണാധിരാജ വിഘ്നാൻ വിഹന്തുമലമസ്യ ജഗത്രയസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയില്. ഞാൻ ആ ഭഗവാനെ, അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ആ ഭഗവാനെ ശിരസ് നമിക്കുന്നു, ആ ഭഗവാന്റെ മുമ്പില്. ഓക്കെ, ആരാണോ തൻ്റെ കൊമ്പിന്റെ ഇടയിലെ കമലങ്ങളെ സ്വീകരിച്ച് അതിനെ എപ്പോഴും ഉപാസിക്കുന്നു,
എന്തിനു വേണ്ടിയിട്ട്? ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ആധ്യാത്മിക തലത്തിലുള്ള വിഘ്നങ്ങളെയും മാറ്റി തരാനുള്ള ശക്തി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഗോവിന്ദൻ എന്നാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്? ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ ആധ്യാത്മിക തലത്തിലെ പ്രധാനപ്പെട്ട ആധ്യാത്മിക തലത്തിലുള്ള വിഘ്നങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട്. ആ ഗണപതിക്ക് ശക്തി ആരാ നേരുന്നത്? ഭഗവാൻ നരസിംഹദേവ്. ഓക്കെ, അപ്പോ രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ എഴുതിയിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും വിഘ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആധ്യാത്മിക തലത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ പ്രഭുപാദ എഴുതി. അപ്പോൾ ഭക്തന്മാരെല്ലാം ചോദിച്ചു, അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് ഓൾട്ടറിൽ ഗണപതി വെക്കാമല്ലോ, ഗണപതി പ്രാർത്ഥിക്കേണ്ട നമ്മുടെ വിഘ്നങ്ങളെ പോകാൻ വേണ്ടിയിട്ട്. എഴുതി ചോദിച്ചു പ്രഭുപാദ. എന്താണ് പ്രഭുപാദ മറുപടി അയച്ചതറിയോ? ഇല്ല. പ്രഭു പറഞ്ഞു, ഓക്കെ ചെയ്തോളൂ, പക്ഷെ ഓരോ ദിവസം എനിക്ക് 1,00,000 രൂപ തരണം. ഓരോ ദിവസം എനിക്ക് 1,00,000, അതായത് ആരൊക്കെയാണ് ഗണപതി വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരു ദിവസം എനിക്ക് 1,00,000 രൂപ തരണം. ആരെങ്കിലും ചെയ്യോ? അതായത് അതിന്റെ അർത്ഥം ആവശ്യമില്ല. അതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,00,000 എനിക്ക് തരാന്നുള്ളത്. അതായത് പ്രഭുപാദ അതിനെ എൻകറേജ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് പ്രഭുപാദ അതിനെ എൻകറേജ് ചെയ്താൽ പിന്നെ ടെമ്പിളിന്റെ ഉള്ളിൽ വേറെ ടെമ്പിളാവും, വലിയ ഗണപതി ബിന്ദും പിന്നെ വലിയ ടെമ്പിളും. കൃഷ്ണനെ ഇവിടെ മൂലയ്ക്ക് കൊണ്ടിരിക്കും ആൾക്കാർ, അല്ലേ? അങ്ങനെ നമ്മൾ തന്നെ അതിനൊക്കെ മാറ്റി മറിച്ച് നമ്മളുടെ ആ കംപ്ലീറ്റ് സിസ്റ്റം ഒക്കെ മാറ്റി കൃഷ്ണ ഭഗവാൻ പോയിട്ട് ഗണപതി ആവും. പ്രഭുപാദിക്ക് നന്നായിട്ട് അറിയാം ഇത്. ഞാൻ ചെറിയൊരു സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ ടെമ്പിൾ അല്ല, കൂടുതൽ ഗണപതി അമ്പലം കാണാം. കാരണം എല്ലാവർക്കും വിഘ്നം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ അതിന് ഇത് ചെയ്തില്ല. യെസ്, ഗണപതി കിട്ടുന്ന ശക്തി കിട്ടുന്നത് നരസിംഹദേവ ഭഗവാൻ, ഗോവിന്ദന്. ആ ഗോവിന്ദനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പോരെ? അത് കർമ്മകാണ്ഡത്തിലുള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ. ഭക്തന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അത് തത്വത്തിൽ രൂപഗോസ്വാമി ഭക്തി രസാമൃത സിന്ധുവിൽ എഴുതിയെന്ന് മാത്രമേ. അപ്പൊ ആ പോയിന്റ് പിടിച്ചിട്ട് കണ്ടോ, പ്രഭുപാദ എഴുതിയിട്ടുണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അതിൽ പിടിച്ച് തൂങ്ങാം ഭക്തന്മാർ. അതുകൊണ്ടാണ് ഭക്തന്മാരെ എഴുതി ചോദിച്ചപ്പോ അപ്പൊ ഇനി നമുക്ക് ഗണപതി ഗണേശ ചതുർത്ഥിയൊക്കെ ആഘോഷിക്കാം. ഗണേഷിന്റെ മൂർത്തിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ നമുക്ക് ആൾട്ടറിൽ വെക്കാം. അപ്പോഴാണ് പ്രഭുപാദ എഴുതിയത്. യെസ്, നോ പ്രോബ്ലം, യു ക്യാൻ ഗോ ഹെഡ് പ്രൊവൈഡഡ് യു ആൾ ഗിവ് മീ 1,00,000 rupees per day. അപ്പൊ ആർക്കും വേണ്ട. ഓക്കെ, ശരി എന്നാ നോക്കിയാൽ. അപ്പൊ നമുക്ക് കൃഷ്ണ പ്രഭുജി, പിന്നെ നേരത്തെ മാതാജി പറഞ്ഞില്ലേ ഒരു അത് വൃക്ഷത്തിന്റെ പേരില്, അതേപോലെ തന്നെ പ്രഭാതര് പറയണതല്ലേ, എന്താ ഭക്ഷണം കഴിക്കുമ്പോ വയർക്ക്. അത് രണ്ട് ശരിക്കും ഒരേ സമയം ഉപയോഗിക്കാവുന്ന അതല്ലേ? ഒരേ ഇതിൽ വരുന്നുണ്ട്, ഒരേ ശ്ലോകത്തിലുണ്ട്. യഥാ തരോർ ഏവ നിശ്ചയിച്ചനേന, സെയിം ശ്ലോകത്തിലാണ് രണ്ടും വരുന്നുണ്ട്. സെയിം ശ്ലോകത്തിലാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ വയറിൽ ചെല്ലുമ്പോൾ എല്ലാ നമ്മളുടെ അംഗങ്ങളും നമ്മുടെ ലിംസും പുഷ്ടിപ്പെടുന്നു. സെയിം ശ്ലോകത്തിൽ. ആ ശ്ലോകം നോക്കണം നമുക്ക്. യഥാ തരോർമൂല നിശേചനേന. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. യഥാ തരോർമൂല നിശേചനേന തൃപ്യന്തി ഭുജോപശാഖാം പ്രാണാപ്രഹാരാച്ച യതേന്ദ്രിയാനാം തഥൈവ സർവാഹനം അച്യുതേജ്യ. അതായത് as pouring water on the root of a tree energizes the trunk, branches, twigs and everything else, and as supplying food to the stomach elements the senses and limbs of the body, simply worshipping the Supreme Personality of Godhead
through devotional service automatically satisfies the demigods who are parts of that supreme personality. അപ്പോ എങ്ങനെ നമ്മൾ വേരിൽ വെള്ളമൊഴിക്കുമ്പോൾ ആ മരത്തിന്റെ എല്ലാ ലിംസും ശാഖകളും ഇലകളും പൂക്കളും എല്ലാം പുഷ്ടിപ്പെടുന്നുവോ, അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശരീരത്തിന്റെ അംഗങ്ങളും പുഷ്ടിപ്പെടുന്നു, അതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള എല്ലാ ദേവി ദേവതമാരും പുഷ്ടിപ്പെടുന്നു. അതിനൊരു ഉദാഹരണം നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് അക്ഷയപാത്രത്തിൽ നിന്ന് ദ്രൗപദി അക്ഷയപാത്രം ദുർഗാസാമയുടെ വയറ് മുഴുവൻ എല്ലാവരുടെയും മുനിമാരുടെയും വയറ് നിറഞ്ഞു. ഭഗവാൻ ഒരു ചെറിയൊരു ഇല തരണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഏതാണ് നമ്പർ? അല്ല പ്രഭു, ഇത് ഏതിലത്തെ എന്ന് പറഞ്ഞുതരോ ഈ ഒരു ശ്ലോകം? ഏത്? അത് നമ്മുടെ എന്തായാലും അറിയാം, ഗീതത്തല്ല തോന്നുന്നു അല്ലേ? ഭാഗവതത്തിലേ. ആ, ഭാഗവതത്തെയാണ്. നമ്പർ വേണോ? ആ, 4.3114. 4.3114. ഓക്കെ പ്രജി. നമുക്ക് 20 അല്ലേ എടുക്കാനുള്ളതെന്ന്? അല്ലേ? ഹരേ കൃഷ്ണ പ്രജി. ഒരു മിനിറ്റ്. ആ, അതെ അതെ, 3.20. 3.20. ഓക്കെ. കർമ്മണൈവ ഹി സംസിദ്ധിം കർമ്മണേവ ഹി സംസിദ്ധിം അസ്ഥിതാജനകാദയാ അർച്ചിതാജനകഥയാം ലോകസംഗ്രാഹമേവാപി ലോകസംഗ്രഹമേവാപി സംപശ്യം കർത്തുമർഹസി. കർമ്മണൈവ ഹി സംസിദ്ധ്യം ആസ്ഥിതാജനകാദയാ ലോകസംഗ്രാഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ഓക്കെ, മംഗളമാതാജി. കർമ്മണേവ ഹി സംസിദ്ധി അസ്ഥിതാജനകാദയാ ലോകസംഗ്രഹമേവാപി ലോകസംഗ്രാഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. സംപശ്യൻ കർത്തുമർഹസി. ഹരേ കൃഷ്ണ. കർമ്മണൈവ ഹി സംസിദ്ധി കർമ്മണൈവ ഹി സംസിദ്ധി മാം സ്ഥിതാ ജനഗാദയാ അസ്ഥിതാജനഘാതയാ ലോകസംഗ്രഹമേവാപി ലോകസംഗ്രഹമേവാപി പശ്യൻ കർത്തുമർഹസി. സംപശ്യൻ കർത്തുമർഹസി. ഓക്കെ, ശ്യാമളമാതാജി എന്റെ വിവർത്തനമായി. വിവർത്തനം ഡിവൈൻ കേസി ഭക്തിവേദാന്ത ശ്രീല പ്രഭാതർ കി ജയ്. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവാൻ ഉദാഹരണ സഹിതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. വിംസിക്കലി അല്ല പറയുന്നത്, ഓരോന്നിനും ഓരോ ഉദാഹരണം. നമ്മളുടെ ചരിത്രത്തിൽ നിന്ന് ഓരോ ഉദാഹരണം. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമിയിൽ നടന്ന മാത്രം അല്ല ചരിത്രം. ഈ പ്രപഞ്ചത്തില് ഒരുപാട് പ്ലാനറ്ററി സിസ്റ്റംസ് ഉണ്ട്. അവിടെയൊക്കെ വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. 4 ലക്ഷം മനുഷ്യന്മാരുണ്ട് അല്ലേ? എത്രയാണ്? 4 ലക്ഷം. യെസ്, ചതുർലക്ഷാണി മാനവ. അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്? ഓർമ്മയില്ലേ പ്രഭുജി ശ്ലോകം? കിന്നരന്മാര്. അതാണോ? മനുഷ്യൻ പറഞ്ഞ മനുഷ്യൻ കാറ്റഗറിയിൽ ആരൊക്കെയാണ് പെട്ടിട്ടുള്ളത്? ആ, മനുഷ്യൻ കാറ്റഗറി. ചതുർലക്ഷാണി മാനവ അല്ലെ? ആരൊക്കെയാണ് പെട്ടിട്ടുള്ളത്?
നമ്മളെ പോലെ മനുഷ്യരെ, കിന്നന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, ദേവീ ദേവതമാര്, ഇവരെല്ലാം ഇടപെടും. അപ്പോ ഈ ദേവീ ദേവതമാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ചാരണന്മാരും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിലാണോ? അല്ല, വേറെ ലോകങ്ങളിൽ. അപ്പോ ഈ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഇതെല്ലാവരും ഭൂമിയിലല്ല, അവര് അന്യഗ്രഹങ്ങളിലുണ്ട്, അപ്പർ പ്ലാനറ്ററി സിസ്റ്റംസിലുണ്ട്. യക്ഷാസ്, രാക്ഷസ, ഒക്കെ അപ്പൊ അവിടെയൊക്കെ ഭഗവാന്റെ ലീലകൾ നടക്കുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ ലീലകൾ നടക്കുന്ന എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അപ്പൊ അതിനെല്ലാം ഓരോ ഉദാഹരണങ്ങൾ ഈ പല ഗ്രഹങ്ങളിൽ നടക്കുന്ന ഉദാഹരണങ്ങളോട് തരുന്നുണ്ട്. എല്ലാം ഈ ഭൂമിയിലല്ല നടക്കുന്നത്. ഇപ്പൊ ഭഗവാന്റെ ലീലകൾ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, ഇതെല്ലാം ഇവിടെയല്ല നടന്നിരിക്കുന്നത്, ഭൂമിയിലല്ല. പക്ഷെ അതിന്റെ ഉദാഹരണം നമുക്ക് തരുന്നില്ലേ? ഈവൻ രാമായണം വരെ ഇവിടെ എല്ലാം മുഴുവൻ നടന്നുള്ളത്. രാമായണം ഇവിടെയാണ് നടന്നിരിക്കുന്നത്. ഭൂമിയിൽ മാത്രം. വ്യത്യാസമല്ലേ പ്രഭുജി? പരശുരാമന്റെ, ശ്രീരാമന്റെ, ബലരാം, കൃഷ്ണന്റെ അതൊക്കെ ഇവിടെ നടക്കുന്നു, ഭൂമിയിലാണ് നടന്നിരിക്കുന്നത്. പക്ഷെ മറ്റൊന്നും ഇവിടെ അല്ല നടന്നിരിക്കുന്നത്, ഭൂമിയിലല്ല. അപ്പോൾ പല പ്ലാനറ്റ്സിലും നടന്ന, പല യുഗങ്ങളിലും നടന്നിരിക്കുന്ന സംഭവങ്ങളെ ഉദാഹരണമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. നമ്മൾ വിചാരിക്കാം. പിന്നെ അത് വേറൊരു കാര്യം, ഇതൊന്നും ക്രോണോളജിക്കൽ ഓർഡറിലേ അല്ല. അപ്പൊ അതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് വൈ അതുകൊണ്ട് നമുക്ക് അത് ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട് ആൾക്കാരിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റും. ഒന്നും ക്രോണോളജിക്കൽ ഓർഡറില്ല. 1, 2, 3, 4, 5, 6 അങ്ങനെയല്ല. ചിലപ്പോൾ 8 പറയും, അത് കഴിഞ്ഞിട്ട് 1 പറയും, 2 പറയും, പിന്നെ 10 പറയും, 100 പറയും, പിന്നെ 22 പറയും. ഒക്കെ ഓരോ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ. ചിലപ്പോൾ വേറെ പ്ലാനറ്റ്സ് നടന്ന കാര്യമായിരിക്കും, വേറെ കൽപ്പത്തിൽ നടക്കുന്ന കാര്യമായിരിക്കും, വേറെ യുഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനൊന്നും തട്ടിക്കൂട്ടി നമുക്ക് ഓർഡറിലാക്കാൻ പറ്റില്ല. ഇവിടെ ഭഗവാൻ പറയുന്ന അർജുനോട് കിങ് സച്ച് ആസ് ജനക. ജനക മഹാരാജ് ആരാണ്? ജനക മഹാരാജ് ആരാണ്? സീതാദേവി. അവരുടെ അവരുടെ രാജ്യം എവിടെയാണ്? മിഥില എവിടെയാണ്? ചോദിക്കുന്നത് മിഥില എവിടെയാണ്? നേപ്പാളിലാ? ജനക്പുരി നേപ്പാളിലാ തോന്നുന്നു. യെസ്, ഒന്ന് കൺഫേം ചെയ്യാം. എൻ്റെ ഓർമ്മ ശരിയാണ്, നേപ്പാളിലാണ്. അവിടെ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. സീതാരാജ്യം നേപ്പാള്. പിന്നെ ഒന്ന് പുരിയുണ്ട്, ഒന്ന് നേപ്പാളും ഉണ്ട് അല്ലേ? ബീഹാറിൽ, ജാർഖണ്ഡ് കംപ്രൈസസ് certain മിഥില റീജിയൻ ഇവിടെ ബീഹാറിലും കാണുന്നുണ്ട്. പ്രസന്റ് ജനക്പൂർ, പ്രസന്റ് നേപ്പാൾ. നേപ്പാളില് സീതാദേവിയുടെ ജനക്പൂർ. അപ്പൊ ആ ജനക മഹാരാജ് എങ്ങനെയാണ് പെർഫെക്ഷൻ നേടിയിരിക്കുന്നത്? എങ്ങനെയാണ്? വിധിച്ച കർമ്മങ്ങൾ ചെയ്തിട്ട്. അപ്പൊ തന്റെ കർമ്മയോഗത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെ, അപ്പം കർമ്മ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, അതായത് ഭക്തിയുത സേവനം തന്നെ. താൻ ചെയ്യുന്ന ഒരു രാജാവിന്റെ എല്ലാ കർമ്മങ്ങളും മുറയ്ക്ക് ചെയ്തു, എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്ത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തു. കർമ്മയോഗം ആണെങ്കിലും കൂടിയിട്ട് അൾട്ടിമേറ്റ്ലി എന്താണ്? ഭക്തിയോഗമാണ്. അതാണ് ഉദാഹരണങ്ങൾ. കിങ് സച്ച് ആസ് ജനക അറ്റൈൻ പെർഫെക്ഷൻ സോൾലി ബൈ പെർഫോമൻസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്. എന്നാണ് ജനക മഹാരാജന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി? ഒരു രാജാവായിരുന്നു, രാജാവിന്റെ ഡ്യൂട്ടി, രാജധർമ്മം.
ശ്രീമദ് ഭാഗവതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? രാജധർമ്മം, സ്ത്രീധർമ്മം, ഭക്തധർമ്മം, രാഷ്ട്രധർമ്മം. അങ്ങനെ 5 ധർമ്മത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോ രാജധർമ്മം, ആ ധർമ്മത്തിനെ പറ്റിയാണ് യുധിഷ്ഠിര മഹാരാജാവിന് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അപ്പോ ഇവിടെ രാജാവിന്റെ ധർമ്മം പാലിച്ചു. രാജാവ് എന്താണ്? പ്രജകളെ സംരക്ഷിക്കണം. പ്രജകളെ സംരക്ഷിക്കുക മാത്രം പോരാ, അവരെ ഭഗവാനിലേക്ക് നയിക്കണം. അല്ലാണ്ട് അവർക്ക് റൊട്ടി കപ്പട മക്കാൻ കൊടുത്താൽ മാത്രം പോരാ. റൊട്ടി കപ്പട മക്കാനും കൊടുക്കണം. അവരുടെ നല്ലത് എന്താണ്, ചീത്ത എന്താണ്, എന്ത് ചെയ്യാൻ പാടും, എന്ത് ചെയ്യാൻ പാടില്ല, അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഭഗവാനെ എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും, അതിനുള്ള പ്രോസസ്സ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവസാനം ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. അതാണ് ശരിക്കുള്ള ഒരു രാജാവ്. അങ്ങനെയാണ് ജനക മഹാരാജാവ് പെർഫെക്ഷൻ നേടിയത്. സോ കിങ്സ് ലൈക്ക് ജനക were all self-realized souls. ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആൾക്കാരാണ് അതെല്ലാം. Consequently, they had no obligation to perform the prescribed duties in the Vedas. Okay. എവിടെയാണ് പറയുന്നത്? അതായത് ഒരു റിയലൈസ് സോൾ, ഒരു ശുദ്ധ ഭക്തന് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല സൊസൈറ്റിയോട്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഒരു ശുദ്ധ ഭക്തന് തൻ്റെ പിതൃക്കളോടോ തൻ്റെ പൂർവികരോടോ ദേവി ദേവതമാരോടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സേജസിനോടോ മറ്റ് ജീവജാലങ്ങളോടോ യാതൊരു കടപ്പാടുമില്ല. സെൽഫ് റിയലൈസ് ആണ്. അവർക്ക് നമുക്ക് കടപ്പാടുണ്ട്. നമ്മൾ ബോഡി പ്ലാറ്റ്ഫോമിലാണ്, ആത്മാവിന്റെ തലത്തിലല്ല. എത്രത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ശരീരത്തിന്റെ ആസ്ഥാനത്തിൽ ജീവിക്കുന്നു, അതായത് നമ്മുടെ ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്നു, അത്രത്തോളം കാലം നമുക്ക് ഇവരോട് എല്ലാവരോടും കടപ്പാടുണ്ട്. നമ്മളുടെ പൂർവികരോട്, അച്ഛനമ്മമാരോട്, ഗുരുജനങ്ങളോട്, പിന്നെ ഋഷിവര്യന്മാരോട്, ദേവീ ദേവതമാരോട്, ഇവരെല്ലാം കടപ്പാടുണ്ട്. മറ്റ് ജീവജാലങ്ങളോട്. എന്നുവെച്ചാൽ അവരൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവരൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അതില്ല. കിങ്സ് ലൈക്ക് ജനക were all self-realized souls. Consequently, they had no obligation. ഒബ്ലിഗേഷൻ ഇല്ല അവർക്ക്. അതുകൊണ്ട് എന്താണ്, യാതൊരു കടപ്പാടും ആരോടും ഇല്ല. ടു പെർഫോം ദി പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഇൻ ദ വേദാസ്. അപ്പോൾ അവർക്ക് വേദത്തിൽ പറഞ്ഞിട്ടില്ല പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എങ്കിലും അവർ ചെയ്യുന്നു. എന്തിന്? നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ ചെയ്യുന്നു. എന്താ കാരണം? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, യദ്യത് ആചരതി ശ്രേഷ്ഠസ് തദ്ദത് ഏവതരോ ജന. അല്ലെ, എന്താണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്, അത് സാധാരണ ആൾക്കാരെ അനുകരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യുന്നു. ആവശ്യമില്ല അവർക്ക്. ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനും രാമചന്ദ്ര ഭഗവാനും ചൈതന്യ മഹാപ്രഭുവിനും ഒന്നും ഗുരുവിനെ സ്വീകരിക്കേണ്ട ഒരാവശ്യമില്ല. അവർ സ്വയം ഭഗവാനാണ്. അവർക്ക് എന്തിനാ ഗുരു? അവരെന്നെ ആദ്യ ഗുരു. പക്ഷെ എങ്കിലും നമ്മൾക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ഗുരുവിനെ സ്വീകരിക്കുന്നു. നമുക്കൊരു റോൾ മോഡൽ ആവാൻ വേണ്ടിയിട്ട്. Nonetheless, they perform all prescribed activities just to set examples for people in general. ഉണ്ടോ? Just to set examples for the people in general. സാധാരണ ആൾക്കാർക്ക് ഒരു ഉദാഹരണമായി പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ജനക വാസ് ദ ഫാദർ ഓഫ് സീത ആൻഡ് ഫാദർ ഇൻ of Lord Sri Rama. Being a great devotee of the Lord, he was transcendently situated. ഭഗവാന്റെ ഫാദർ ഇൻ ലോ ആയിട്ടുള്ള ആൾക്കാർ സാധാരണ ആൾക്കാരായിട്ട് വരുമോ? അപ്പൊ അത് നല്ല മനസ്സിലാക്കട്ടെ. ഷുഡ് ബി എ റിയലൈസ് സോൾ, ഷുഡ് ബി എ പ്യുവർ ഡിവോട്ടി. അല്ലെ, സാധാരണ ഒരു മനുഷ്യന് ആ പൊസിഷൻ, ആ യോഗ്യത ഉണ്ടാവോ? ഇല്ല.
So he was translated, but because he was a king of Mithila, a subdivision of Bihar province in India. ഇവിടെ എഴുതിയിരിക്കുന്ന ബീഹാർ പ്രൊവിൻസ് എഴുതിയിരിക്കുന്നത് സബ് ഓഫ് ബീഹാർ പ്രൊവിൻസ്. എനിക്ക് തോന്നുന്നു പിന്നീട് അത് ഇവിടെ പോയിണ്ടാവും, നേപ്പാളിലായിരിക്കും ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു, അറിയില്ല, നോക്കണം. നമ്മുടെ മാപ്പൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. He had to teach his subjects how to perform prescribed duties. Lord Krishna and Arjuna, the Lord's eternal friend, had no need to fight in the battle of Kurukshetra, but they fought to teach people in general that violence is also necessary in a situation where good arguments fail. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യുദ്ധം അനിവാര്യമാണ്, വയലൻസ് അനിവാര്യമാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ നമ്മളുടെ ആ ഒരു കോംപ്രമൈസ് എഫേർട്സ് പരാജയപ്പെടുന്നുവോ, ഒരുപാട് തവണ ഒരു കോംപ്രമൈസ് സന്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു, എവിടെ അത് പരാജയപ്പെടുന്നുവോ അവിടെ യുദ്ധം അനിവാര്യമാണ് ധർമ്മസ്ഥാപനത്തിന് വേണ്ടി. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓടി വിളിക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അർജുനനെ പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി. അർജുനനെ ആക്ച്വലി യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഒരു ഉദാഹരണമായിട്ട്, ഒരു എക്സാമ്പിൾ, ഒരു റോൾ മോഡലാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേർ ആർഗ്യുമെന്റ്സ് ഫെയിൽ, എവിടെ ആ ഒരു സംജോത, ഒരു കോംപ്രമൈസ്, ഒരു സന്ധി പരാജയപ്പെടുന്നുവോ, എവിടെ യുദ്ധം അനിവാര്യമാണോ, എവിടെ വയലൻസ് അനിവാര്യമാണോ അവിടെ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അഹിംസ പറഞ്ഞ് നടന്നാൽ കാര്യം നടക്കില്ല. നടക്കുമോ? ചില സമയത്ത് അഹിംസ നടക്കും, എല്ലാ സമയത്തും നടക്കില്ല. അപ്പൊ ലോ ആൻഡ് ഓർഡർ, ലോ ആൻഡ് ഓർഡർ നമ്മുടെ രാജ്യത്തിലെ നീതിന്യായം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ വയലൻസ് അനിവാര്യമാണ്. ഡിഫൻസില്, പോലീസ് ഫോഴ്സില് ഇതെല്ലാം തീർച്ചയായിട്ടും വയലൻസ് ഉപയോഗിക്കേണ്ടി വരും. നമ്മളുടെ അടുത്തുള്ള രാജ്യം നമ്മൾ ആക്രമിക്കുകയാണ്, നമ്മൾ അഹിംസ പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ? മംഗളമാതാജി, പറ്റില്ല. അടുത്ത വീട്ടിലെ ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ ടിവിയും കസേരയും സോഫയും എല്ലാം എടുത്തു കൊണ്ടുപോവാ, അയ്യോ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ അഹിംസയാണ്, ഇരിക്കുവോ? അഹിംസ എവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് വേർ ആർഗ്യുമെന്റ്സ് ഫെയിൽ, അവിടെ അത് അനിവാര്യമാണ്. ബിഫോർ ദ ബാറ്റിൽ ഓഫ് കുരുക്ഷേത്ര, every effort was made to avoid war, even by the Supreme Personality of Godhead, but the other party was determined to fight. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ശ്രമിച്ചു യുദ്ധം ഇല്ലാതിരിക്കാൻ, യുദ്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഈവൻ ഭഗവാൻ സ്വയം ചെന്നു ദൂതനായിട്ട് അല്ലെ യുദ്ധം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. സോ ഫോർ സച്ച് എ റൈറ്റ് കോസ് there is necessity for fighting. Therefore, although one who is situated in Krishna consciousness may not have any interest in the world, he still works to teach the public how to live and how to act. അപ്പോൾ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ഭക്തന്, കൃഷ്ണാവബോധത്തിൽ ഉള്ള ഒരു ഭക്തന്, അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല, എങ്കിലും എന്താ ചെയ്യാം, still works to teach the public how to live and how to act. മറ്റ് സാധാരണക്കാരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ജീവിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു പരമോന്നതമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഇവിടെ. ആരാണ്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു, വെരി ബോൾ. യെസ്. ഭക്തന്മാരെ എങ്ങനെ ഭക്തി ചെയ്യണം എന്ന് സ്വയം എക്സിബിറ്റ് ചെയ്തു അല്ലെ ചൈതന്യ മഹാപ്രഭു. എങ്ങനെ ഒരു ഭക്തൻ ജീവിക്കണം എന്ന് ഭക്തന്റെ രൂപത്തില് ഭഗവാൻ സ്വയം വന്ന് നമുക്ക് കാണിച്ചു തന്നു. So experienced persons in Krishna consciousness can act in such a way that others will follow. And this is explained in the following verse. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അനുഭവ സമ്പന്നരായിട്ടുള്ള ഭക്തന്മാര്, കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരെ എന്താണ് കാണിക്കുന്നത് അതാണ് മറ്റുള്ളവരെ ഫോളോ ചെയ്യുക. ഇത് അടുത്ത ശ്ലോകത്തില് പറഞ്ഞു. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആ ശ്ലോകമാണ് വന്നത്.
അപ്പൊ എന്തെങ്കിലും ഇനി പോയിന്റ്സ് ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കൃഷ്ണപ്രഭുജി, അത് ഒരിക്കൽ നമ്മുടെ ഗാന്ധിജീനെ ഒരു മുഖത്ത് ഒരാൾ അടിച്ചപ്പോ വീണ്ടും അടുത്ത മുഖം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ഒരു സൈഡ്. അപ്പൊ അങ്ങനെ എന്തിനാ നമ്മള് അത്രയും വേണോ? ഒന്ന് ക്ലാരിറ്റി തരുമോ പ്രഭു? അതെല്ലാം കേസ് ടു കേസ്, സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്നെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ഒരു കാര്യം മാതാജി പറഞ്ഞ കാര്യം എന്റെ പേഴ്സണലായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ യെസ് വി ക്യാൻ ഡു ദാറ്റ്. ഒരു ഗ്രാമത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ, ഒരു രാജ്യത്തിന്റെ കാര്യമാണ് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലക്ഷ്മൺ, സീതാദേവി പറഞ്ഞു ലക്ഷ്മണനോട് രാമൻ അപകടത്തിലാണ്, പോയി രക്ഷിക്കാൻ പറഞ്ഞു. രാമൻ അപകടത്തിലാവില്ല, ലക്ഷ്മണൻ നന്നായിട്ട് അറിയാം, വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിലും സീതാദേവി അപ്പോ പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മൺ പോയതാണ്. അല്ലെങ്കിൽ ലക്ഷ്മൺ പോവുമായിരുന്നില്ല. അപ്പോ എവിടെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങള് വടി കൊണ്ട് തന്നെ തീർക്കണം. ഹിന്ദിയിലോ പറയുന്നത്, അതായത് ബാത്തോങ്ക ഭൂത് ലാത്തോസെ, അതായത് സംസാരിച്ചിട്ട് ആ ഭൂതിനെ പറഞ്ഞേക്ക, ഭൂത് പറഞ്ഞാൽ പിശാചില്ലേ, പറഞ്ഞാലേ ലാത്തോസെ, ലാത്ത് പറഞ്ഞാൽ കിക്ക്, അങ്ങനെ ചെയ്യണം. അപ്പൊ എവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവിടെ അടിച്ചാൽ എവിടെയും കാണിച്ചു കൊടുക്കാം. അതെന്റെ പേഴ്സണലായിട്ട് മറ്റേ ഒരു സൊസൈറ്റിയാണ്, ഒരു രാജ്യമാണ്, ഇത്രയും ആൾക്കാരെ ബാധിക്കുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് വലിയൊരു അബദ്ധമായി തരും. പേഴ്സണലി എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ്, ഞാൻ ടോളറേറ്റ് ചെയ്യാം മാക്സിമം പോസിബിൾ. അത് എന്നെ മാത്രമേ ബാധിക്കുള്ളൂ. അപ്പൊ ഇത് ഓൺ എ ലാർജർ സ്കെയിൽ നടക്കില്ല. മാതാജി പറഞ്ഞ ഒരു ചെവി അടിച്ചാൽ മറ്റേ ചെവൻ കാണിച്ചു, ഇന്നത്തെ കാലത്ത് ഒരിക്കലും പറ്റില്ല. ഇന്നത്തെ കാലത്ത് അസുരന്മാരാണ്. എനിക്ക് എന്തെങ്കിലും കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരത് പരിഗണിക്കൂ. അയ്യോ, ഇവിടെ എത്ര ആള് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ആ ഒരു കുറ്റബോധം വരും. ഒരാള് എന്നെ അടിക്കുകയാണ്, ഞാൻ മറ്റേ ഇതും കൂടി അടിച്ചോ പറഞ്ഞാൽ ഇപ്പൊ ഒന്നിന് പകരം 4 അടിച്ചു പോയാല്. അന്നത്തെ കാലത്ത് ഒരു കുറ്റബോധം, അയ്യോ ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, എത്ര നല്ലൊരു മനുഷ്യയാണ് വിചാരിച്ച് അവരടിക്കാതെ പോകും. ഇപ്പൊ 4 അടിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് എവിടെ വയലൻസ് ആവശ്യമുണ്ടോ അവിടെ വയലൻസ് ഉപയോഗിക്കുന്നേ വേണം. ഗാന്ധിജിയുടെ പ്രിൻസിപ്പിള് എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും നടക്കില്ല. ചില സമയത്ത് നമുക്ക് ഉപകരിക്കും. നമ്മള് പ്രൊവോക്കിംഗ് സിറ്റുവേഷനിൽ മിണ്ടാതിരിക്കുക, ചില സമയത്ത് ടോളറേറ്റ് ചെയ്യുക. ഇതന്നെ ഭഗവാനും പറഞ്ഞിരിക്കുന്നത്, ടോളറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ദർ ഇസ് എ ലിമിറ്റ്. വീട്ടിലെ സ്വന്തം അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ ഭാര്യയോ ഒരാള് അബ്ഡപ്റ്റിംഗ് കൊണ്ടുവന്നാൽ നമ്മളെന്താ മിണ്ടാതിരിക്കും? കയ്യും കെട്ടിയിരിക്കുമോ? ഒരാൾ വന്നിട്ട് നമുക്ക് മാക്സിമം നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ നോക്കില്ലേ, നമ്മളുടെ ശക്തിക്ക് അനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ അറിയിക്കും, നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അല്ല അമ്മയും കൊണ്ടല്ലേ പെങ്ങളെയും കൊണ്ടേക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമോ? അതൊരു കോമൺ സെൻസ് അല്ലേ. സോ ഡിഫെൻസ് അത്യാവശ്യമാണ്, അത് നേച്ചുറലാണ്. അതുകൊണ്ട് ഈ അഹിംസ എന്നുള്ളത് എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ ലെവലിൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് യു ക്യാൻ ഡു ദാറ്റ്. ക്ലിയർ ആണോ മാധുജി? ഓക്കെ, അടുത്തത് 21. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തദ് ഏവ തരോജനാം സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. യദ്യത് ആചരതി ശ്രേഷ്ഠസ്തത്തദ് ഏവ തരോജനാം സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ഓക്കെ, റിസെറ്റ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. ശ്രേഷ്ഠ
കേൾക്കില്ല? ഹരേ കൃഷ്ണ. ആരാ വായിക്കുന്നത്? ശ്രീധ മാതാജി വായിച്ചോളൂ മാതാജി. കൃഷ്ണ. യദ്യദാചരതി ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ തദേവതരോചന തദ്ദേവത്തരോ ജനഃ സ യത് പ്രമാണം കുരുതേ സ യത് പ്രമാണം കുരുതേ ഗസ്തദനുവർത്തതേ. ലോകസ്തദനുവർത്തതേ. ശ്യാമള മാതാജി. Okay. ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ തദേവ ജന തദ്ദേവേതരോ ജനഃ യത് പ്രമാണം കുരുതേ സ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ലോകസ്തദനുവർത്തതേ. Okay, the translation, Mangala Mataji. വിവർത്തനം ദിവ്യപൂജ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭാത് കെ ജയ. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. Very good. Whatever action a great man performs, common men follow. And whatever standards he sets by exemplary acts, all the world pursues. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾ ആരാണ്? പൊളിറ്റീഷ്യൻസ്, ഫിലിം പേഴ്സണാലിറ്റീസ്, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ലിറ്റററി പേഴ്സണാലിറ്റീസ്, അല്ലേ? ഇവരൊക്കെയാണ് നമ്മളുടെ റോൾ മോഡല്. സാധാരണ ജനങ്ങൾ ആരെയാണ്? ഓ, ഇന്ന ആക്ടർ ഇന്ന ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്, ഇന്ന ഫാഷനാണ്, അതിനെ അനുകരിക്കും. One second, yes. അപ്പോ സാധാരണ ആൾക്കാരെ, ലീഡേഴ്സ് ഇൻ ദ സൊസൈറ്റി, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ്, ഫിലിം പേഴ്സണാലിറ്റീസ്, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മൾ അനുകരിക്കുക, അല്ലേ? അപ്പോ ഇവരുടെ കടമ എന്താണ്? ആക്ച്വലി എന്താണ് ചെയ്യേണ്ടവര്? അവര് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവര് സാധാരണ ജനങ്ങളെക്കാട്ടിലും താഴ്ന്ന നിലവാരം പുലർന്ന ആൾക്കാരാണ്. പിന്നെയും സാധാരണ ജനങ്ങള് എന്തെങ്കിലും ഒരു നല്ല കാര്യം, നല്ല ചിന്തയുണ്ട്. അവര് ലീഡേഴ്സ് ആണെങ്കിലും കൂടിയിട്ട് ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പൊ അവരെ എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും? പക്ഷെ നിർഭാഗ്യവശാൽ അവരെയാണ് നമ്മളെല്ലാം ഇന്നത്തെ സാമാന്യ ജനങ്ങൾ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നാവുമോ? ഹരേ കൃഷ്ണ പ്രഭുജി, ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഉന്നതമായ കാര്യങ്ങൾ എന്നല്ലേ? അതെ, ശ്രേഷ്ഠമായ കാര്യം, അതായത് ഭഗവാനായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിക്കുന്നതാണോ? നല്ല കാര്യങ്ങൾ, നന്മ പുണ്യകർമ്മങ്ങളാണോ? നന്മ ചെയ്യുന്ന ആൾക്കാര്, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർ എല്ലാം കൊണ്ടും, ഈവൻ ഭൗതിക തലത്തിൽ നന്മ ചെയ്യുന്ന ആളും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നതെല്ലാം ശ്രേഷ്ഠന്മാര് എന്ന് കുപ്പായം അണിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ശ്രേഷ്ഠന്മാരല്ല അവര്. ആരെടുത്തോളൂ, 99.99999% ആൾക്കാരും, അത് ഫിലിം പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ലിറ്റററി പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ, ഓക്കെ, ആരായിക്കോട്ടെ, ഏത് ഫീൽഡിൽ എടുത്താലും എല്ലാവരും സ്വാർത്ഥ താല്പര്യമുള്ള, എസ്പെഷ്യലി പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ നമുക്ക് മോഡലാക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ ജനങ്ങളെ, ഇന്നത്തെ സാമാന്യ ജനങ്ങളെ അങ്ങനത്തെ ആൾക്കാരാണ് മോഡലാക്കുന്നത്. അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ് അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നല്ല കാര്യം ചെയ്യുള്ളൂ. അപ്പൊ അവരെന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എങ്ങനെ സാമാന്യ ജനങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കും? സോ വാട്ട് എവർ ആക്ഷൻ എ ഗ്രേറ്റ് മാൻ പെർഫോംസ്. അപ്പൊ എന്താണ് അവർ ഗ്രേറ്റ്നെസ്? അവർക്ക്
സൊസൈറ്റിയിലെ സ്ഥാനമാനങ്ങളുണ്ട്. അതാണ് അവരൊക്കെ എന്നുവെച്ചാൽ അവരിൽ സംതിങ് മറ്റുള്ളവരിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു സ്പോർട്സിൽ എക്സ്പെർട്ട് ആയിരിക്കാം, ഫിലിം പേഴ്സണാലിറ്റീസ് അവരെ ആക്ടിങ്ങിൽ എക്സ്പെർട്ട് ആയിരിക്കാം, പൊളിറ്റീഷ്യൻസ് അവർ ആ ഫീൽഡ് എക്സ്പെർട്ട് ആയിരിക്കാം. അപ്പൊ അവരെല്ലാം നമ്മളുടെ ശ്രേഷ്ഠമായിട്ടുള്ള തലത്തിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ദൗത്യമാണ്, അവരാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല, മുമ്പത്തെ കാലത്ത് നടന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് വളരെ ശ്രദ്ധിക്കണം ആരെ ഫോളോ ചെയ്യണമെന്ന്. ഇങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും കൃഷ്ണാവബോധത്തിലല്ലാത്ത ആൾക്കാരെ, ഭഗവാൻ കൃഷ്ണനിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ, ഭക്തി മാർഗത്തിൽ പോകാത്ത ആൾക്കാരെ നമ്മൾ എക്സാമ്പിളായിട്ട് കാണാൻ പാടില്ല, റോൾ മോഡലായിട്ട് കാണാൻ പാടില്ല. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം എന്നീ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വേർതിരിക്കാൻ പറ്റുള്ളൂ എന്ത് നല്ലത് എന്ത് ചീത്ത എന്നുള്ളത്. So people in general always require leader who can teach the public by practical behavior. മുമ്പത്തെ കാലത്തെ ഒരു 10, 50, 60, 75 കൊല്ലം മുമ്പുള്ള ടീച്ചേഴ്സ് അല്ലെ, ഗുരുക്കന്മാര് ഓക്കെ, അവർക്ക് എക്സാമ്പിൾസ് ആണ് കുട്ടികൾക്ക്. അവരൊക്കെ എത്ര ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്നത് അല്ലെ. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ടീച്ചർ തന്നെ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യാം? ഒരു റോങ് എക്സാമ്പിൾ ആണ് അവരെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ലീഡേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യണം. കൃഷ്ണാവബോധത്തിലുള്ള ആ ലീഡേഴ്സിനെ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ലീഡേഴ്സിനെ ഫോളോ. അവര് പ്രാക്ടിക്കലായിട്ട് അവരുടെ ബിഹേവിയർ കൂടുതൽ നമ്മൾ കുട്ടികളൊക്കെ എങ്ങനെ അറിയും? ഒബ്സർവ് ചെയ്യും. എന്താണ് അച്ഛനമ്മമാര് കാണിക്കുന്നത്, എങ്ങനെ പെരുമാറുന്നു, എന്ത് സംസാരിക്കുന്നു എന്നെല്ലാം ഒബ്സർവ് ചെയ്യും. അവർ ഒബ്സർവ് ചെയ്തിട്ട് അത് പ്രകാരം അവർ ഇമിറ്റേറ്റ് ചെയ്യും. കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്ത് പറയുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം കുട്ടികളുടെ മുമ്പിൽ. അവർ അതേപടി ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളൊരു പർട്ടിക്കുലർ വാക്ക് ഉപയോഗിക്കുകയാണ് എപ്പോഴും വിചാരിക്കുക. ഈ കുട്ടി മറ്റുള്ള വീട്ടിൽ പോയാൽ വളരെ ഇന്നസെന്റ് ആയിട്ട് ആ വാക്ക് പറയും. ചിലപ്പോൾ നല്ല വാക്കായിരിക്കില്ല. എന്നിട്ട് അച്ഛനും ഇവരെങ്ങനെ ഇത് പഠിച്ചത്, ഇവനെങ്ങനെ പഠിച്ചാൽ വീട്ടിൽ അതന്നെ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടൊരു കാര്യമില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അത് സാധാരണ ആൾക്കാർ, എസ്പെഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ, അത് അച്ഛനമ്മ ആയിക്കോട്ടെ, ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ലീഡേഴ്സ് ആയിക്കോട്ടെ, ആരായാലും ശരി, അവരെന്താണോ ചെയ്യുന്നത് മറ്റുള്ളവർ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യും. So a leader cannot teach the public to stop smoking if he himself smokes. ഞാൻ പറഞ്ഞ പോലെ, അതായത് ഒരു ലീഡർ ഒരിക്കലും മറ്റുള്ളവരെ പറഞ്ഞ് സിഗരറ്റ് സ്മോക്കിംഗ് നിർത്താൻ പറ്റില്ല അദ്ദേഹം സ്വയം സ്മോക്ക് ചെയ്യുമ്പോൾ. Lord Chaitanya said that a teacher should behave properly before he begins teaching. അപ്പോൾ ലീഡർ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ആ ലീഡർ ശരിക്കുള്ള കാര്യങ്ങള്, ആ ബിഹേവിയർ, ക്യാരക്ടറൊക്കെ നന്നായിരിക്കണം. എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിന് പുറപ്പെടരുത്. വൺ ടു ടീച്ചേഴ്സ് ഇൻ ദാറ്റ് ബേ ഈസ് കോൾഡ് ആചാര്യ. അത് ആചാർ പ്രചാർ, എന്താണോ ആചരിക്കുന്നോ അത് പ്രചാരം ചെയ്യാൻ പറ്റും. നമ്മൾ പ്രചരിപ്പിക്കുന്നതിൽ പക്ഷെ ആചരിക്കുന്നില്ല, എന്താ കാര്യം? അതിൽ എഫക്റ്റീവ് ആവില്ല അത്. Or ideal teacher. Therefore, a teacher must follow the principles of Shastra, scripture to teach the common man. ആചരിച്ച് കാണിക്കണം, എന്നിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. The teacher cannot manufacture rules against the principles of revealed scripture. എന്താണ് നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ, ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ളൊന്നും പറഞ്ഞു കൊടുക്കാനോ അതൊന്നും പ്രവർത്തിക്കാനും പാടില്ല. Revealed scriptures like Manu Samhita and similar others are considered the standard books to be followed by human society. Manu Samhita തുടങ്ങിയിട്ടുള്ള ഒരു മോറൽ കോഡ്സിന്റെ കോഡ് ഓഫ് കണ്ടക്ട്, ഓക്കെ, അങ്ങനത്തെ സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് മാനവ വംശത്തിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻ. Thus, the leader's teaching should be based on the principles of such standard shastras. One who decides to improve himself must follow the standard rules as they are practiced by the great teachers.
the Srimad Bhagavatam also affirms that one should follow in the footsteps of great devotees, and that is the way of progress on the path of spiritual realization. Okay. Srimad Bhagavatam, Mahajana Hena Gata Sapanta. Mahajano Hena Gata Sapanta. മഹാജനങ്ങളെ ഏത് പാതയിലൂടെ പോകുന്നു ആ പാതയിലൂടെ നമ്മളും ഫോളോവേഴ്സും സഞ്ചരിക്കണം. ശ്രീമദ് ഭാഗവതം പറയുന്നു. The king or the executive head of state, the father and the school teacher are all considered to be natural leaders of the innocent people in general. ആരൊക്കെയാണ്? The king, രാജാവ്, father, അച്ഛൻ, and the school teacher. ഇവരെല്ലാം നാച്ചുറൽ ലീഡേഴ്സ് ആണ് ഓഫ് ദ ഇന്നസെന്റ്. നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് അവർ. അവർക്കറിയില്ല. അപ്പൊ അവരെ ശരിക്കുള്ള പാതയിലൂടെ കൊണ്ടുപോകേണ്ടത് അവരുടെ കടമയാണ്. All such natural leaders have a great responsibility. അവർക്ക് അതിൻ്റെതായിട്ടുള്ള കടമയുണ്ട്. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. Therefore, they must be conversant with standard books of moral and spiritual codes. അപ്പോൾ അവർക്ക് ഇതിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കണം. മോറലും സ്പിരിച്വൽ കോഡ്സിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ അവരും ആചരിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളാണ് ആചാര്യൻ. അങ്ങനെ ഒരാളാണ് ആചാര്യൻ. അപ്പൊ ആരാണ് ആചാര്യൻ? ഹു ടീച്ചേഴ്സ് ബൈ ഹിസ് ഓൺ എക്സാമ്പിൾ. അല്ലാണ്ട് അറിയാൻ കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം ആചരിക്കുന്നില്ല. അവർ ആചാര്യനാവും ഇല്ല. ഈ ജ്ഞാനം മുഴുവൻ ഉണ്ടായിരിക്കണം. മോറൽ കോഡ്സും സ്പിരിച്വൽ കോഡ്സിൻ്റെയും ജ്ഞാനം ഉണ്ടായിരിക്കണം. അത് ആചരിക്കണം. പിന്നെ മറ്റുള്ളവരെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ അത് പറഞ്ഞ് അവരെയും ഈ വഴിയിലൂടെ കൊണ്ടുവരണം. അദ്ദേഹമാണ് ആചാര്യൻ. നമ്മളുടെ ഇതില് സനാതന ധർമ്മത്തിൽ ഒരുപാട് അങ്ങനെ വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാരുണ്ട് അല്ലേ? ശങ്കരാചാര്യര്, മാധവാചാര്യര്, രാമാനുജാചാര്യര്, നിംബാർക്ക സ്വാമി, വിഷ്ണു സ്വാമി, ശ്രീധര സ്വാമി, വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, ഷഡ്ഗോസ്വാമീസ്, ഭക്തി വിനോദ് ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, നമ്മുടെ ശ്രീ പ്രഭുപാദ്, ഇവരെല്ലാം ആചാര്യന്മാരാണ്. പിന്നെ അതിനുശേഷം ഒരുപാട്. അപ്പൊ ഇവരെല്ലാം നമ്മൾ റോൾ മോഡലാക്കാം. കാരണം ഇന്നത്തെ കാലത്ത് ഫിലിം പേഴ്സണാലിറ്റീസോ സ്പോർട്സ് പേഴ്സണാലിറ്റീസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ അല്ല നമ്മൾ റോൾ മോഡലാക്കുന്നത്. നമ്മൾ റോൾ മോഡലാക്കേണ്ടത് ഇങ്ങനത്തെ സന്ത് ജനങ്ങളെ, സെയിൻലി പേഴ്സണാലിറ്റീസ്. എന്നാൽ നമ്മൾ പതുക്കെ സ്ലോലി ഗ്രാജുവലി നമ്മൾ ആ കൃഷ്ണാവബോധത്തിലേക്ക് വീരും. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഇല്ല പ്രഭുജി. പിന്നെ പ്രഭുജി തിരക്കുണ്ടോ പ്രഭുജിക്ക്? റെക്കോർഡ് ഹരേ കൃഷ്ണ. ആ പറയൂ. എന്താ പറഞ്ഞ മംഗളമാതാജി? എന്താ പറഞ്ഞ? അല്ലേ പ്രഭുജി, ആദ്യം ഞങ്ങൾക്ക് പ്രഭുപാദരുടെ ചെറിയ ചെറിയ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാവശ്യമൊന്നും കിട്ടിയില്ല പ്രഭുപാദര. ഇതില് ഇപ്പൊ ചോദിക്കാന്ന് വെച്ചാല് നമ്മള് ആചാര്യന്മാരെ പിന്തുടരല്ലേ വേണ്ടുള്ളൂ? അതായത് അവരെ അനുഷ്ഠിച്ചത് അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. അവരെ അനുകരിക്കല്ല വേണ്ടേ, അവരെ അനുസരിക്കുക വേണ്ടത്. അപ്പൊ അനുകരണവും അനുസരണവും വ്യത്യാസമുണ്ട്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യുക. അവരെ അനുകരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ 192 മാല ചെല്ലിയിരുന്നു ഹരേ കൃഷ്ണ മഹാമന്ത്രം. നമുക്ക് ചെല്ലാൻ പറ്റുമോ? അനുകരിക്കാൻ പറ്റുമോ? പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് എന്താണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഒരു കപ്പാസിറ്റി ഗുരുജനങ്ങൾക്ക് അറിയാം. അതനുസരിച്ച് നമ്മൾ പ്രഭുപാദ 64 മാലയായിരുന്നു പാകിസ്ഥാൻ സാറി. പ്രഭുപാദ അമേരിക്കയിൽ ചെന്നു, ആദ്യം ഇൻട്രോഡ്യൂസ് ചെയ്തത്. പക്ഷെ ഡിസൈപ്പിൾസ് പറഞ്ഞു പറ്റില്ല ഒരു വഴി. പിന്നെ പ്രഭുപാദ ആ കാലത്തെ ആൾക്കാരുടെ പരിസ്ഥിതിയും ഇതെല്ലാം നോക്കിയിട്ട് 16 മാല ഫിക്സ് ചെയ്തു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മളുടെ ആ ഒരു കലികാല വൈഭവം അപ്പൊ അനുകരിക്കാൻ പാടില്ല, അനുസരിക്കാൻ. ആചാര്യന്മാർക്ക് ദേശകാല പാത്രം അനുസരിച്ചിട്ട് ചില കാര്യങ്ങളെല്ലാം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വിത്ത് ഗുരുസ് പെർമിഷൻ, യെസ്. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യേഷൻ സമയത്ത് ഗുരു മഹാരാജ് പറയുന്നു, യു ഷുഡ് ചാൻറ്റ് 16 റൗണ്ട്സ് ഓഫ് ഹരേ കൃഷ്ണ മഹാമന്ത്ര അറ്റൻറ്റീവ്ലി ഇൻ ബീഡ്സ്. ബീഡ്സിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലിക്കറിലല്ല പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ അവരുടെ സൗകര്യാർത്ഥം സ്വന്തം ക്ലിക്കറിൽ ചെയ്യും. ചെയ്യാൻ പാടുമോ? ഇല്ല. ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഡീവിയേഷൻ ആയില്ലേ? എന്നാൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽത്ത് റീസൺ കാരണം മാലയിൽ ചെല്ലാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഗുരു മഹാരാജിന് പെർമിഷൻ മേടിക്കുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. Then he will sanction, yes, you can do that. ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പൊ നമ്മളൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ? അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോ ഇമെയിൽ ഉണ്ട്, സീനിയർ ഡിവോട്ടീസ് ഉണ്ട്. സീനിയർ ഡിവോട്ടീസിന്റെ അടുത്ത് പോയാൽ മതി അല്ലേ? യെസ് യെസ്, വി ക്യാൻ ഗെറ്റ് ഇറ്റ് അപ്രൂവ്ഡ്. അങ്ങനത്തെ വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെനി വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഗുരു മഹാരാജിന്റെ ഡയറക്റ്റ് ഓഫീസിലെ ഇമെയിൽ ഉണ്ട്. ഇനിയിപ്പോ അവിടുന്ന് എന്തെങ്കിലും ഇമെയിൽ അയച്ചിട്ട് മറുപടി വന്നില്ലെങ്കിൽ കാണിച്ച ഒരുപാട് ഡിസൈപ്പിൾസ് എല്ലാം. അപ്പോൾ യു ക്യാൻ അപ്രോച്ച് സീനിയർ ഡിവോട്ടീസ് വിൽ ഗെറ്റ് ദിസ് സോൾഡ്. അങ്ങനെയൊക്കെ ചെയ്യാം. പ്രഭു, പിന്നെ നമ്മുടെ ലീലാവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഭഗവാന്റെ. അപ്പൊ അതൊന്നും നമ്മളിപ്പോ ശിവന്റെ ആയാലും ആ ഇത് കാളകൂട വിഷം കഴിച്ചു, അപ്പൊ അതേപോലെ ശിവഭക്തന്മാര് ഒന്നും ആചരിക്കരുതെന്നൊക്കെ പറയില്ലേ? അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്ക് ശ്രീരാമ അവതാരത്തിനെ ആചരിക്കണോ, നമ്മള് അനുകരിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഏകപത്നി വ്രതം നമുക്ക് എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും കലികാലത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലിപ്പോ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു അവതാരം എന്ന് പറയുന്നത് ശ്രീരാമൻ മാത്രമാണ്. കൂടുതൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുന്നത് ശ്രീരാമ ഭഗവാൻ. രാജഭരണായാലും സ്വീകരിക്കാൻ പറ്റും എല്ലാവർക്കും. ഈവൻ സീതാദേവിയെ കാട്ടിൽ പറിച്ചേച്ച് പല ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം ആ സാമാന്യ ധർമ്മത്തിൽ നിന്ന് ഉയർന്ന രാജധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. തൻ്റെ ഒരു കാരണം, എൻ്റെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് രാജധർമ്മത്തിലൊരു ബാധ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സീതാദേവി കണ്ടാമിനേറ്റഡ് ആയിട്ടുകൊണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നം കാരണമല്ല. സോ രാജ്യഭരണം ഇത്രയും ആൾക്കാരുടെ സംതൃപ്തി അതിലാണെങ്കിൽ, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റുള്ളവരും അങ്ങനത്തെ ഒരു യാതൊരു കാര്യത്തിലും ഏർപ്പെടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാര്യം ചെയ്തത്. അപ്പൊ അതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടില്ല. കാരണം ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് ആൾക്കാരെ. ഭഗവാൻ ശരിക്കും റൈറ്റ് എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. തൻ്റെ ഗൃഹസ്ഥ ലൈഫിൽ അദ്ദേഹത്തിന് സീതാദേവിയുടെ യാതൊരു ഇതുമില്ല. 100% ഉറപ്പാണ് സീതാദേവിയുടെ ചാസ്റ്റിറ്റിയും കാര്യങ്ങളെല്ലാം. പക്ഷെ എങ്കിലും കൂടി രാജ്യത്തിൽ ഇങ്ങനെ പരന്നു നടക്കുന്ന ആ റൂമർ കിംവദന്തി, അത് രാജധർമ്മം ഇതിനേക്കാട്ടിലും തൻ്റെ പേഴ്സണൽ ധർമ്മത്തിനേക്കാളും എത്രയോ ഉപരിയാണ്. അപ്പൊ അതിനെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ അവതാരങ്ങളിൽ ഇപ്പൊ കൃഷ്ണാവതാരം ഒന്നും അനുകരിക്കാൻ പറ്റില്ല. കൃഷ്ണാവതാരമൊക്കെ ഭയങ്കര നമ്മള് ഗോവർദ്ധൻ ലീലയൊക്കെ അനുകരിക്കാൻ പറ്റും. ഹ്യൂമൻ ലെവൽ ഒന്നും പറ്റില്ല. പക്ഷെ ഭഗവാന്റെ എന്തനുകരിക്കാൻ പറ്റും, എന്തനുസരിക്കാൻ പറ്റും? ഭഗവത്ഗീത. ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഭഗവത്ഗീതയിലെ ഇൻസ്ട്രക്ഷൻ അത് നമുക്ക് അനുസരിക്കാം. ഭഗവാൻ ചെയ്ത ഒരു കാര്യങ്ങൾ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഭഗവത്ഗീതയിലും ഭാഗവതയിലും തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ ജീവിച്ചാൽ മതി.
ശിവഭക്തന്മാരപ്പൊ എന്താണ് ചെയ്യണത് ശരിക്കും? അപ്പൊ എന്താണ് അനുകരിക്കണത്? അവര് ലഹരിക്കൊക്കെ അടിമപ്പെടുന്നത് ഒന്നും അനുകരിക്കാൻ വേണ്ട, അനുസരിച്ചാൽ മാത്രം മതി. അല്ല, അങ്ങനെ ഒരു ഉദാഹരണം വരാൻ എന്താ കാരണം? അവരെന്താണ് ഈ ലഹരിക്കൊക്കെ ഇങ്ങനെ ഇതാവണത്? അതൊരു നമ്മളിപ്പോ പ്രശ്നമല്ല. ഗുരുവിനെ ദീക്ഷ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം. ഭഗവാൻ കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു, ശ്രീരാമൻ എല്ലാവരും ഗുരുവിനെ സ്വീകരിച്ചു. നമ്മളെവിടുന്ന മാനത്തുനിന്ന് പൊട്ടി വീണതാണോ ഗുരുവിനെ ഇല്ലാണ്ട് നമുക്ക് മുക്തി കിട്ടാൻ? അല്ലല്ലോ. മാനത്തുനിന്ന് ഇറങ്ങി വന്ന അവതാരങ്ങളും എടുക്കുന്നു, സ്വയം ഭഗവാൻ എടുക്കുന്നു, പിന്നെ നമ്മളാരാണ്? അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. ഭഗവാൻ അതിന് റൈറ്റ് എക്സാമ്പിളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഗുരു ഇല്ലാതെ നമുക്ക് ഈശ്വര പ്രാപ്തി കിട്ടില്ല എന്ന് കാണിച്ചു തരാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ആവശ്യം, ഗുരുവിന്റെ ആവശ്യം എന്താ? ഭഗവാൻ ഗുരു ദക്ഷിണ കൊടുക്കുന്നു, നമ്മളും കൊടുക്കണം, ഗുരു ദക്ഷിണ കൊടുക്കണം. എന്താണ് പറഞ്ഞത് സാന്ദീപനി മഹർഷി? അത് സാധിച്ചു കൊടുക്കും. അപ്പൊ ഗുരു പറയുന്ന, ഗുരു ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ശിഷ്യന്മാർ കഴിക്കൂ അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഗുരുവിന്റെ പ്ലേറ്റ് മേടിച്ചിട്ട് കഴിച്ചിട്ട് പോകും. അപ്പൊ അതൊക്കെ നമ്മൾ പലതും, അപ്പൊ നമ്മൾ അനുകരിക്കാൻ പോണ്ട. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ഇന്ന് നമ്മുടെ ആചാര്യന്മാരും നമുക്ക് തന്നിട്ടില്ലേ? എന്താണ് യമനിയമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 കാര്യം തന്നിട്ടില്ലേ? അത് തന്നെയല്ലേ മെയിൻ ആയിട്ടല്ലേ? മെയിൻ ആയിട്ട് അതാണ്. ഒരു മനുഷ്യനായിട്ട് പറയണത്, നമ്മൾ മനുഷ്യനായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ 4 കാര്യം നമ്മൾ ഫോളോ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല. മനുഷ്യനായിട്ടല്ലേ നമ്മൾ സംസ്കാരമുള്ള ഒരു മനുഷ്യനാവുള്ളൂ, സിവിലൈസ്ഡ് ആര്യനാവുള്ളൂ. പ്രഭുജി, രാധാറാണിയുടെ ഇതല്ലേ പറഞ്ഞ രാധാഷ്ടമി. അപ്പൊ രാധാഷ്ടമിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്ക് ക്ലാസ്സിന് രാധാഷ്ടമി കഴിഞ്ഞിട്ടാ തോന്നുന്നു അല്ലേ പ്രഭുജി? എന്താ രാധാഷ്ടമി കഴിഞ്ഞിട്ടാണോ നമുക്കിനി ക്ലാസ് വരുന്നത്? രാധാഷ്ടമി 11-ാം തീയതി 12-ാം തീയതി 11 അല്ലേ? നമുക്ക് വ്യാഴാഴ്ച എന്താ എത്രാം തീയതി? അടുത്ത വ്യാഴാഴ്ച 12. ഓക്കെ. ഇനി ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നിട്ട് സംസാരിക്കാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद हरि हरि बोल।